നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. 79ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിനൊരുങ്ങി രാജ്യം. വർഷങ്ങൾ നീണ്ട ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിൽ നിന്നും ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന്റെ ഓർമ്മ പുതുക്കിയാണ് രാജ്യമെങ്ങും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. സംസ്ഥാന തലസ്ഥാനങ്ങളിലും ജില്ലാ കേന്ദ്രങ്ങളിലും വിപുലമായ പരിപാടികൾ നടക്കും. തദ്ദേശ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വിവിധ കൂട്ടായ്മകൾ എന്നിവയുടെ നേതൃത്വത്തിലും ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കും. കുന്നംകുളത്ത് പന്തല്ലൂർ, ചൊവ്വന്നൂർ മേഖലകളിൽ മിന്നൽ ചുഴലി, വ്യാപക നാശനഷ്ടം. 15ഓളം ഇലക്ട്രിക് പോസ്റ്റുകൾ മറിഞ്ഞു വീണു. ട്രാൻസ്ഫോമറും നിലം പൊത്തി. കൂറ്റനാട് കോതച്ചിറ പ്രദേശത്തുണ്ടായ അതിശക്തമായ മിന്നൽ ചുഴലിക്കാറ്റിലും വ്യാപക നാശനഷ്ടങ്ങൾ. കുന്നുമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവക ദേവാലയത്തിൽ 101ാം സ്ഥാപന തിരുനാളിനും മാതാവിന്റെ സ്വർഗാരോപണ തിരുനാളിനും തുടക്കം. വ്യാഴം വെള്ളി ദിവസങ്ങളിലായിട്ടാണ് തിരുനാൾ ആഘോഷം. വാർത്തകൾ വിശദമായി. 79ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിനൊരുങ്ങി രാജ്യം. വർഷങ്ങൾ നീണ്ട ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിൽ നിന്നും ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന്റെ ഓർമ്മ പുതുക്കിയാണ് രാജ്യമെങ്ങും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുക. ഡൽഹിയിലെ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്നതോടെ ആഘോഷ പരിപാടികൾ ആരംഭിക്കും. തുടർന്ന് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ, സന്നദ്ധ സംഘടനകൾ, കൂട്ടായ്മകൾ തുടങ്ങിയവയുടെ ആഭിമുഖ്യത്തിലും വിപുലമായ സ്വാതന്ത്ര്യാഘോഷ പരിപാടികൾ നടക്കും. പതാക ഉയർത്തൽ, അഭ്യാസ പ്രകടനങ്ങൾ, സാംസ്കാരിക പരിപാടികൾ, ദേശീയ ഗാനാലാപനം എന്നിങ്ങനെ നിരവധി പരിപാടികളോട് കൂടിയാണ് രാജ്യമെങ്ങും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുക. സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സര പരിപാടികളും സംഘടിപ്പിക്കും. കുന്നംകുളത്ത് പന്തല്ലൂർ, ചൊവ്വന്നൂർ മേഖലകളിൽ മിന്നൽ ചുഴലി, വ്യാപക നാശനഷ്ടം. ഇന്ന് രാവിലെ 9:30 ചെറിയ മഴയോടുകൂടി ശക്തമായ കാറ്റ് ആഞ്ഞു വീശിയത്. 15ഓളം ഇലക്ട്രിക് പോസ്റ്റുകൾ മറിഞ്ഞു വീണു. ട്രാൻസ്ഫോമറും നിലംപൊത്തി. പ്രദേശത്ത് വൈദ്യുതി ബന്ധം നിലച്ചു. പന്തല്ലൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് ഇലക്ട്രിക് പോസ്റ്റ് വീണു. പന്തല്ലൂർ സ്വദേശി സൈമന്റെ ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്കാണ് ഇലക്ട്രിക് പോസ്റ്റ് വീണത്. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വിവിധ പറമ്പുകളിലെ നിരവധി തെങ്ങുകളും മരങ്ങളും നിലം പതിച്ചിട്ടുണ്ട്. 5 മിനിറ്റിൽ അധികം നീണ്ടുനിന്ന കാറ്റിലാണ് വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായത്. വടക്കാഞ്ചേരി റോഡ് മുതൽ പന്തല്ലൂർ വരെയുള്ള ഭാഗങ്ങളിലാണ് വ്യാപകമായി നാശനഷ്ടങ്ങൾ ഉണ്ടായത്. KSEB ജീവനക്കാരെത്തി പോസ്റ്റുകൾ പുനഃസ്ഥാപിക്കുന്ന പ്രവർത്തികൾ ആരംഭിച്ചു. കാറ്റ് ഒരു എന്തോ പറയാൻ ഒരു സൈഡിൽ കൂടെ മാത്രമുള്ള ഒരു കാറ്റ് ഇങ്ങനെ വന്നിട്ട് ഭയങ്കര ശബ്ദത്തോട് കൂടിയിട്ട് പൊട്ടിത്തെറിക്കലും ഷീറ്റ് പറക്കലും തെങ്ങ് വഴിക്ക് ഒടിഞ്ഞു വീഴലും അത് കണ്ടിട്ട് ഞാൻ നല്ല വണ്ടി കയറ്റിയതാ. നമുക്ക് ട്രാൻസ്ഫോമർ ഇങ്ങനെ ചെരിഞ്ഞിരിഞ്ഞ് പോവുക. അതിന്റെ ആ വലിച്ചിലാണ് ഞാൻ കൊണ്ടു നിർത്തിയ വണ്ടിയുടെ അടുത്ത് നിൽക്കുന്ന 2 പോസ്റ്റ് ഇങ്ങനെ പൊട്ടി വീഴില്ലായിരുന്നു, മെല്ലെ ഒടിഞ്ഞ് മെല്ലെ ചായയായിരുന്നു. അതിനുള്ളിൽ ഞാൻ പുറത്തേക്ക് ചാടി. ഇതാ സംഭവിച്ചത്. ഒരു 2 മിനിറ്റോ ഒരു സെക്കൻഡോ അത്ര അതിന് കൂടുതലൊന്നും സംഭവിച്ചിട്ടില്ല അവിടെ. ഇതിന്റെ പിന്നിൽ വേറൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീ ഞാനും ഒരുമിച്ചങ്ങനെ ആ സ്ത്രീ നടന്നു വരിക, ഞാൻ വണ്ടിയിൽ ഒഴിച്ചു വരിക. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. കൂറ്റനാട് കോതച്ചിറ പ്രദേശത്തുണ്ടായ അതിശക്തമായ മിന്നൽ ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടം. വ്യാഴാഴ്ച കാലത്ത് 8:45 കൂടിയായിരുന്നു ഉഗ്രശബ്ദത്തോടെ ചുഴലിക്കാറ്റ് കോതച്ചിറ പ്രദേശത്ത് മിന്നൽ ചുഴലി വീശിയടിച്ചത്. കടന്നുപോയ വഴികളിലെല്ലാം കനത്ത നാശം വിതച്ച ചുഴലിക്കാറ്റിൽ കോതച്ചിറ സ്വദേശിനി കുന്നത്തുവളപ്പിൽ സൗദാമിനിയുടെ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും പറന്നുപോയി. വീടിന്റെ മേൽക്കൂരയിലെ ആസ്ബസ്റ്റോസ് ഷീറ്റുകൾ 20 മീറ്ററിലധികം ദൂരെയാണ് ചെന്ന് വീണത്. ചില ഷീറ്റുകൾ സമീപത്തെ വീടുകൾക്ക് മുന്നിലും ഒഴിഞ്ഞ പറമ്പിലേക്കും പറന്നെത്തി. സംഭവ സമയം വീടിനകത്ത് ആളില്ലാതിരുന്നതിനാൽ
വലിയ അപകടം ഒഴിവായി. കാറ്റ് കടന്നുപോയ വഴികളിലായി 20-ലേറെ മരങ്ങളും കടപുഴകി വീണു. കോതച്ചിറയിൽ നിർത്തിയിട്ടിരുന്ന പെരുമണ്ണൂർ സ്വദേശിയുടെ ട്രാക്ടറും കാറ്റിൽ മരം വീണ് തകർന്നു. കൂടാതെ പ്രദേശത്തെ നിരവധി വീടുകളുടെ മതിലുകൾക്കും ഗേറ്റുകൾക്കും തകർച്ച സംഭവിച്ചു. വോട്ടർ പട്ടിക വിവാദത്തിൽ വേലൂരിൽ നിന്നുള്ള 200ഓളം വോട്ടർമാരെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലേക്ക് കൃത്രിമമായി മാറ്റിയെന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി സുരേഷ് ഗോപിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. മണ്ഡലം പ്രസിഡന്റ് MG വിവേകിന്റെ അധ്യക്ഷതയിൽ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് PP രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് മറഡോണ പീറ്റർ, മണ്ഡലം സെക്രട്ടറിമാരായ അൻസാർ തയ്യൂർ, ജിൻസൻ അറക്കൽ, KSU മണ്ഡലം പ്രസിഡന്റ് ജോസഫ് ഷാജു എന്നിവർ സംസാരിച്ചു. ജിൻഷ തയ്യൂർ, അലോഷി ജോഷി, CB ജോസ്, അനന്തൻ, ജോക്കുട്ടൻ എന്നിവർ നേതൃത്വം നൽകി. കുനുമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവക ദേവാലയത്തിൽ 101-ാം സ്ഥാപന തിരുനാളിനും മാതാവിന്റെ സ്വർഗാരോപണ തിരുനാളിനും തുടക്കമായി. വ്യാഴം വെള്ളി ദിവസങ്ങളിലായിട്ടാണ് ഇടവക വിശ്വാസികൾ തിരുനാൾ ആഘോഷിക്കുന്നത്. കൊടിയേറ്റം മുതൽ തിരുനാൾ വരെയുള്ള ദിവസങ്ങളിൽ വിവിധ ഭക്തസംഘടനകളുടെ നേതൃത്വത്തിൽ തിരുനാൾ ഒരുക്ക കുർബാനകൾ നടന്നുവരികയാണ്. വ്യാഴാഴ്ച രാവിലെ നടന്ന ദിവ്യബലിക്ക് ശേഷം പരിശുദ്ധ അമ്മയുടെ വളയും വിശുദ്ധന്റെ കുരിശും യൂണിറ്റുകളിലേക്ക് വെഞ്ചരിച്ചു നൽകി. കുടുംബ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വീടുകളിലേക്ക് അമ്പ് പ്രദക്ഷിണം നടത്തി രാത്രി 10 മണിയോടെ വളയും കുരിശും ദേവാലയത്തിലെത്തിച്ചേരും. തുടർന്ന് സംയുക്ത ബാൻഡ് മേളവും അരങ്ങേറും. തിരുനാൾ ദിവസമായ വെള്ളിയാഴ്ച രാവിലെ 6:30 ഇടവക വികാരി ഫാദർ ജേസൺ മാറോക്കി മുഖ്യ കാർമ്മികനാകുന്ന ദിവ്യബലിക്ക് ശേഷം 9:30 കുന്നംകുളം ഗുഡ് ഷെപ്പേർഡ് ഡയറക്ടർ ഫാദർ വിജോ മുഖ്യ കാർമ്മികനാകുന്ന ആഘോഷമായ പാട്ടുകുർബാനയുണ്ടാകും. ഡീപോൾ സ്കൂൾ മാനേജർ ഫാദർ സെബാസ്റ്റ്യൻ നെടിയടത്ത് തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് കൂനമുച്ചി സെന്ററിലേക്ക് ഭക്തിനിർഭരമായ പ്രദക്ഷിണവും ഉണ്ടാകും. വൈകിട്ട് 7-ന് KLM സംഘടനയുടെ നേതൃത്വത്തിൽ ഗാനമേളയോടെ തിരുനാളിന് സമാപനമാകും. തിരുനാൾ ആഘോഷങ്ങൾക്ക് കൈക്കാരന്മാരായ PK ജാക്സൺ, PV തോമസ്, TL ജോൺസൺ, MP സിജോ തുടങ്ങിയവർ നേതൃത്വം നൽകും. കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം വിദ്യാർത്ഥികൾ താലൂക്ക് ആശുപത്രിയിലേക്ക് പൊതിച്ചോറുകൾ വിതരണം ചെയ്തു. വിദ്യാർത്ഥികൾ വീടുകളിൽ നിന്നും പ്രത്യേകം തയ്യാറാക്കി കൊണ്ടുവന്ന പൊതിച്ചോറുകളാണ് താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി നൽകിയത്. താലൂക്ക് ആശുപത്രി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ NSSന്റെ പാഥേയം ക്യാമ്പയിൻ PTA പ്രസിഡന്റും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ പ്രിയ സജീഷ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ PI റസിയ, NSS പ്രോഗ്രാം ഓഫീസർ DK അരുണോദയ, PTA നിർവാഹക സമിതി അംഗം അഷ്റഫ്, അധ്യാപിക D ദിവ്യ എന്നിവർ പങ്കെടുത്തു. NSS ലീഡർമാരായ അനന്തകൃഷ്ണ, രുക്മ എന്നിവർ നേതൃത്വം നൽകി. പോർക്കുളം പഞ്ചായത്ത് ഹോമിയോ ആശുപത്രിയുടെ പുതിയ കെട്ടിടം യാഥാർത്ഥ്യമായി. കുന്നംകുളം MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ആശുപത്രി കെട്ടിടം നിർമ്മിച്ചത്. നമ്മുടെ വില്ലേജ് ഓഫീസ് കെട്ടിടം വളരെ മനോഹരമായി പണി കഴിപ്പിക്കാൻ നമുക്കായി. കൊയിഞ്ചിക്കുന്ന് പട്ടികജാതി കോളനിയുടെ 1 കോടി രൂപ മുടക്കിയുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ ഗതാഗതത്തിന് ഇത്തിരി മോശമായ 4 റോഡുകൾ, അത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം കൂടിയുള്ള റോഡുകളാണ്. അദ്ദേഹം ഗ്രാമീണ റോഡുകൾക്ക് 1000 കോടി രൂപ. അക്കിക്കാവ് കപ്പൂർ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള പഞ്ചായത്തിന്റെ ഭൂമിയിൽ 1500 സ്ക്വയർ ഫീറ്റിൽ ആധുനിക സൌകര്യങ്ങളോടുകൂടിയാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. കാലങ്ങളായി പഞ്ചായത്ത് മൃഗാശുപത്രിയോട് ചേർന്നാണ് ആശുപത്രി പ്രവർത്തിച്ചിരുന്നത്. പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യമേഖലയിൽ അടിസ്ഥാന സൌകര്യങ്ങൾ സംസ്ഥാനത്തുടനീളം നടന്നുവരികയാണെന്നും ഇതിന്റെ ഭാഗമായാണ് 25 ലക്ഷം ചിലവിട്ട് പോർക്കുളം ഹോമിയോ ഡിസ്പെൻസറി കെട്ടിടം ആധുനിക രീതിയിൽ നിർമ്മിച്ചിരിക്കുന്നതെന്നും MLA പറഞ്ഞു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ TV നൈജു റിപ്പോർട്ട് അവതരിപ്പിച്ചു. സമയബന്ധിതമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച കരാറുകാരൻ അനന്തകൃഷ്ണനെ ഉപഹാരം നൽകി ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിഷ ശശി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KC കുഞ്ഞൻ, അഖില മുകേഷ്, പ്രതിപക്ഷ നേതാവ് KA ജ്യോതിഷ്, ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ പിങ്കി പോൾ, ഡോക്ടർ ഗീത എന്നിവർ സംസാരിച്ചു. ഞായറാഴ്ച ഒഴികെ എല്ലാ ദിവസവും രാവിലെ 8 മുതൽ 2 മണിവരെ ആശുപത്രിയിൽ ഡോക്ടറുടെ സേവനവും മരുന്ന് വിതരണവും ഉണ്ടാകും. നവീകരിച്ച കടവല്ലൂർ പഞ്ചായത്ത് ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രന്റെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പത്മം വേണുഗോപാൽ മുഖ്യാതിഥിയായി. സ്ഥിരം സമിതി അധ്യക്ഷരായ പ്രഭാത് മുല്ലപ്പള്ളി, ജയകുമാർ പൂളയ്ക്കൽ, ബിന്ദു ധർമ്മൻ, പഞ്ചായത്ത് അംഗങ്ങളായ MN നിർമ്മല, ഫസലുർ റഹ്മാൻ, P ഘോഷ്, VV ഗിരിജ, സൗദ അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു. കായിക മേഖലയ്ക്ക് മികവ് നൽകുന്നതിന്റെ ഭാഗമായി
MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 31 ലക്ഷം രൂപ ചെലവഴിച്ചാണ് രണ്ടാം ഘട്ട നവീകരണ പ്രവർത്തികൾ നടത്തിയത്. തുടർ നവീകരണ പ്രവർത്തികൾക്കായി ജില്ലാ സ്പോർട്സ് കൗൺസിലിൽ നിന്ന് 50 ലക്ഷവും MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപയും പഞ്ചായത്തിന് 25 ലക്ഷവും ചേർത്ത് 1 കോടി രൂപയുടെ നവീകരണ പ്രവർത്തികൾ കൂടി ഉടൻ ആരംഭിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ അറിയിച്ചു. നമ്മുടെ പഞ്ചായത്തിൻ്റെ MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ച ഏകദേശം 31 ലക്ഷം രൂപയോളം അനുവദിച്ചതിൻ്റെ ഒരു നവീകരണ പ്രവർത്തനത്തിൻ്റെ ഉദ്ഘാടനമാണ് നടന്നത്. ഈ നവീകരണ ഉദ്ഘാടനം എന്ന് പറയുമ്പോൾ ഇത് കഴിഞ്ഞ മാസം നമ്മൾ തീരുമാനിച്ചിരുന്നു. അന്ന് നടത്താൻ വേണ്ടി എല്ലാ അറേഞ്ച്മെൻറ്റുകളും ചെയ്തിരുന്നു. പക്ഷേ ശക്തമായ മഴ എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റാത്തൊരു മഴയായിരുന്നു. റെഡ് അലർട്ടായിരുന്നു അന്നുണ്ടായിരുന്നത്. അത് കാരണം കൊണ്ട് അന്നത്തെ പരിപാടികൾ മാറ്റിവെച്ചതിന് ശേഷം പിന്നെ ഇന്നൊക്കെയാണത് തീരുമാനിച്ചത്. ഇന്ന് തീരുമാനിച്ചു അതിൻ്റെ നാടമുറിക്കൽ കർമ്മം, ഉദ്ഘാടന കർമ്മം ഇന്ന് ഫലകം ശിലാസ്ഥാപനം ചെയ്യലും കഴിഞ്ഞു. അങ്ങനെ ആ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഗ്രൗണ്ടിൻ്റെ അതിവിപുലമായ രീതിയിലുള്ളൊരു പരിപാടി അറേഞ്ച് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് സ്പോർട്സ് കൗൺസിലിൻ്റെ 50 ലക്ഷം രൂപയും MLA ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപയും പഞ്ചായത്തിൻ്റെ 25 ലക്ഷം രൂപയും ഉൾപ്പെടെ 1 കോടി രൂപ MLAയുടെ സഹായത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ MLAയുടെ ഇടപെടലിൻ്റെ ഭാഗമായിക്കൊണ്ട് അത് നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം അധികം വൈകാതെ ഈ മാസത്തിൽ തന്നെ ഒരു പക്ഷേ നമുക്കത് അതിവിപുലമായ രീതിയിൽ നടത്താൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ക്ഷേത്രവിശ്വാസങ്ങളെയും ആചാരങ്ങളെയും തകർക്കാൻ ശ്രമിക്കുന്ന ഭരണകർത്താക്കളാണ് ശബരിമല അയ്യപ്പ സംഗമം നടത്താൻ ശ്രമിക്കുന്നതെന്ന് BMS സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് V മുരളീധരൻ പറഞ്ഞു. കേരള പ്രദേശ് ക്ഷേത്ര ഫെഡറേഷൻ സംസ്ഥാന സമ്മേളന സ്വാഗത സംഘം രൂപീകരണ യോഗം ഗുരുവായൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവിതാംകൂർ ദേവസ്വത്തിന് കിട്ടുന്ന ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ അംഗീകാരമോ മലബാർ ദേവസ്വം ബോർഡിലെ ജീവനക്കാർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. ഒരുപക്ഷെ കേരളത്തിലെ മലബാർ മേഖലയിലെ ക്ഷേത്രങ്ങളുടെ ഭൂസ്വത്തുക്കൾ മുഴുവനും ലാൻഡ് റിഫോംസ് ആക്ട് പ്രകാരം EMS നമ്പൂതിരിപ്പാട് ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നപ്പോൾ ആ ഭൂപരിഷ്കരണ നിയമത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിനുള്ള മൊത്തം വരുമാനങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു. ശബരിമല അയ്യപ്പ സംഗമത്തിന് പിന്നിൽ നിഗൂഢ ലക്ഷ്യങ്ങളുണ്ട്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് പ്രവർത്തകരെ സംഘടിപ്പിക്കാനുള്ള ഒരു സ്ഥാപനമായിട്ടാണ് ദേവസ്വം ബോർഡുകളെ സർക്കാർ കാണുന്നതെന്നും പിൻവാതിൽ നിയമനങ്ങളാണ് വ്യാപകമായി നടക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. BMS സംസ്ഥാന സമിതി അംഗവും ഗുരുവായൂർ ക്ഷേത്ര കാർമ്മിക് സംഘം പ്രസിഡന്റുമായ TC സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി K മഹേഷ്, തൃശൂർ ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം, പത്മനാഭസ്വാമി ക്ഷേത്ര കാർമ്മിക് സംഘം ജനറൽ സെക്രട്ടറി EV ആനന്ദ്, തിരുവിതാംകൂർ ദേവസ്വം കാർമ്മിക് സംഘം പ്രസിഡന്റ് T രമേശ്, സെക്രട്ടറി PR പുഷ്പരാജ്, ശബരിമല മുൻ മേൽശാന്തി കൂറ്റുംപുള്ളി വിഷ്ണു നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു. നവംബർ 5-ാം തീയതി ഗുരുവായൂരിൽ നടക്കുന്ന കേരള പ്രദേശ് ക്ഷേത്ര കാർമ്മിക് സംഘം ഫെഡറേഷൻ സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ചെയർമാനായി മുന്നൂലം നീലകണ്ഠൻ നമ്പൂതിരി, ജനറൽ കൺവീനർ TC സേതുമാധവൻ, ട്രഷറർ MS മണികണ്ഠൻ തുടങ്ങി 51 കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. പ്രസിദ്ധമായ പാവർട്ടി തീർത്ഥകേന്ദ്രത്തിന്റെ ശതോത്തര സുവർണ ജൂബിലി ആഘോഷത്തിന് വെള്ളിയാഴ്ച കൊടിയേറും. രാവിലെ 7:30 ദിവ്യബലിക്ക് ശേഷം തീർത്ഥകേന്ദ്രം ഡോക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി കൊടിയേറ്റം നിർവഹിക്കും. ജൂബിലി വർഷത്തിൽ വിവിധ സേവന പ്രവർത്തനങ്ങൾ, ദേവാലയ നവീകരണം ഉൾപ്പെടെ നടക്കുമെന്ന് തീർത്ഥകേന്ദ്രം റക്ടർ ഡോക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, മാനേജിംഗ് ട്രസ്റ്റി വിൽസൺ നീലങ്കാവിൽ, ട്രസ്റ്റി OJ ഷാജൻ, KJ വിൻസെന്റ്, പിയൂസ് പുലിക്കോട്ടിൽ, PRO റാഫി നീലങ്കാവിൽ എന്നിവർ അറിയിച്ചു. കോട്ടപ്പടി സെന്റ് ലാസ്റ്റേഴ്സ് ദേവാലയത്തിൽ മാതാവിന്റെ സ്വർഗാരോപണ തിരുനാളിന് കൊടിയേറി. ആഗസ്റ്റ് 15-നാണ് തിരുനാൾ. വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ കൊടിയേറ്റം നിർവഹിച്ചു. വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന, കൂട് തുറക്കൽ, പ്രദക്ഷിണം എന്നിവയുണ്ടായി. വെള്ളിയാഴ്ച രാവിലെ 5:15-നും 7 മണിക്കും കുർബാന ഉണ്ടാകും. ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് തിരുനാൾ കുർബാന, ലതീഞ്ഞ്, നൊവേന, പ്രദക്ഷിണം, നേർച്ചഭക്ഷണം എന്നിവയ്ക്ക് ശേഷം വർണ്ണമഴ ഉണ്ടാകും. 28-ൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന ബാൻഡ് മേളവും അരങ്ങേറും. സഹവികാരി ഫാദർ തോമസ് ഊക്കൻ, ട്രസ്റ്റിമാരായ സെബി താണിക്കൽ, KP പോളി, VK ബാബു, CK ഡേവിസ്, PRO ബിജു അന്തിക്കാട്ട് എന്നിവർ നേതൃത്വം നൽകും. കുണ്ടൽ മേലേക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഊരാള കുടുംബമായ ആലത്തിയൂർ മനയിലെ ശ്രീദേവി അന്തർജനത്തിന്റെ ജന്മദിനാഘോഷം ക്ഷേത്രത്തിൽ നടന്നു. ക്ഷേത്രത്തിൽ നടന്നുവരുന്ന നവാഹ യജ്ഞത്തിനിടയിലാണ് ഇക്കുറി ജന്മദിനം കടന്നുവന്നത്. വിവരമറിഞ്ഞതോടെ ക്ഷേത്ര സേവാ സമിതി ജന്മദിനം ആഘോഷിക്കാൻ മുന്നോട്ട് വരികയായിരുന്നു. പ്രശസ്ത ആയുർവേദ വൈദ്യൻ അന്തരിച്ച ആലത്തിയൂർ നാരായണൻ നമ്പിയുടെ പത്നിയാണ് ശ്രീദേവി അന്തർജനം. ക്ഷേത്ര സേവാ സമിതി പ്രസിഡന്റ് VT ശരത്ത്, സെക്രട്ടറി മനോജ്, ട്രഷറർ ബാബു കാഞ്ഞിരപ്പറമ്പിൽ, മാതൃസമിതി പ്രസിഡന്റ്
ഉഷ, സെക്രട്ടറി മഞ്ജുള, സേവാസമിതി അംഗം ദാസൻ എന്നിവർ ചേർന്ന് പൊന്നാട അണിയിക്കുകയും ഉപഹാരം സമ്മാനിക്കുകയും ചെയ്തു. ക്ഷേത്രത്തിൽ 10 ദിവസമായി നീണ്ടുനിൽക്കുന്ന നവാഹ യജ്ഞത്തിന് ഞായറാഴ്ച സമാപനം കുറിക്കും. ക്ഷേത്രത്തിലെ ഗജപൂജയും ആനയൂട്ടും വെള്ളിയാഴ്ച നടക്കും. ഭിന്നശേഷി സമൂഹത്തിന്റെ സർഗാവിഷ്കാരങ്ങൾക്ക് പൊതുവേദിയൊരുക്കി കടങ്ങോട് പഞ്ചായത്ത് സംഘടിപ്പിച്ച ഭിന്നശേഷി കലോത്സവം ശ്രദ്ധേയമായി. ഭിന്നശേഷി ജനതയോടുള്ള സമൂഹത്തിന്റെ കാഴ്ചപ്പാടിൽ സമൂലമായ മാറ്റം വരുത്തുവാനും സഹതാപത്തിന് പകരം അവരെ ചേർത്ത് പിടിക്കാനും സമൂഹത്തെ പ്രേരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കലോത്സവം സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീന സാജൻ അധ്യക്ഷയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ലളിത ഗോപി, മെമ്പർ KK മണി, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ രമണി രാജൻ, TP ലോറൻസ്, ബീന രമേശ്, മെമ്പർമാർ, ICDS സൂപ്പർവൈസർ MV ലീജ എന്നിവർ സംസാരിച്ചു. തുടർന്ന് മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വോട്ടർ പട്ടിക വിവാദത്തിൽ പ്രതിരോധത്തിലായ BJP CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ നടത്തിയ കയ്യേറ്റത്തിനെതിരെ CPM കണ്ടാണശ്ശേരി ലോക്കൽ കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കണ്ടാണശ്ശേരി സെൻട്രലിൽ നടന്ന മാർച്ച് CPM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം PM മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MV സന്തോഷ് അധ്യക്ഷനായി. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ MP സജീബ്, KG പ്രമോദ്, NS ധനൻ, TK കുമാരൻ, P ദിഗേഷ്, AN സജീവൻ, DYFI കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റി അംഗം TK സുവീഷ് എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി കുട്ടഞ്ചേരി GLP സ്കൂൾ കലോത്സവം SORA 2K25 ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ VC ബിനോജ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ സ്വപ്ന പ്രദീപ് അധ്യക്ഷയായി. പ്രധാനാധ്യാപിക ശ്രീജബായ്, PTA പ്രസിഡന്റ് OV ഷനോജ്, SMC ചെയർമാൻ TG കണ്ണൻ, MPTA പ്രസിഡന്റ് അനിത, സ്റ്റാഫ് സെക്രട്ടറി ജീന ടീച്ചർ എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ വിവിധ കലാമത്സരങ്ങൾ നടന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിൽ CPM നടത്തിയ അതിക്രമത്തിലും BJP തൃശൂർ ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ഉൾപ്പെടെയുള്ളവരെ പോലീസ് മർദ്ദിച്ചതിലും പ്രതിഷേധിച്ച് BJP ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റി പ്രകടനം നടത്തി. മമ്മിയൂർ BJP ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി കിഴക്കേനടയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം തൃശൂർ നോർത്ത് ജില്ലാ സെക്രട്ടറി രാജൻ തറയിൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചരമ്പത്ത് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറിമാരായ TV വാസുദേവൻ, സുജയൻ മാമ്പുള്ളി, വൈസ് പ്രസിഡന്റുമാരായ മനീഷ് കുളങ്ങര, ജ്യോതി രവീന്ദ്രനാഥ്, ട്രഷറർ ദീപ ബാബു, സെക്രട്ടറിമാരായ ബിനീഷ് തറയിൽ, ജിഷാദ് ശിവൻ, പ്രസന്നൻ വലിയ പറമ്പിൽ, ജിതുൻലാൽ തുടങ്ങിയവർ പങ്കെടുത്തു. ജനാധിപത്യ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്ന ഭരണകൂട ഭീകരതയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് ഒരുമനിയൂർ മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച 5 ചോദ്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് അയച്ചു നൽകി പ്രതിഷേധിച്ചു. യൂത്ത് കോൺഗ്രസ് ഒരുമനിയൂർ മണ്ഡലം പ്രസിഡന്റ് അശ്വിൻ ചാക്കോ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷർബന്നൂസ് പണിക്കവീട്ടിൽ ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ സാന്ദ്ര, കൊച്ചു, മനു ആൻഡോ, മണികണ്ഠൻ, അജ്മൽ, മജീദ്, ചാൾസ് ചാക്കോ, OU വിഷ്ണു, അമാൻ അൻവർ, അഭിഷേക് കൃഷ്ണ തുടങ്ങിയവർ നേതൃത്വം നൽകി. പാഴായിപ്പോയ 25 വർഷങ്ങളെന്ന മുദ്രാവാക്യമുയർത്തി കടവലൂർ പഞ്ചായത്ത് ഇടത് ഭരണസമിതിക്കെതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നടത്തുന്ന സമരപരമ്പരയുടെ ഭാഗമായി തിപ്പലശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കടവല്ലൂർ പഞ്ചായത്തിലെ ചികിത്സ നടക്കുന്ന ഏക ആരോഗ്യ കേന്ദ്രമായ തിപ്പലശ്ശേരി ആരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യമായ ഡോക്ടർമാരും ഫാർമസിസ്റ്റും മരുന്നുകളും ഇല്ലെന്നും കെട്ടിട നിർമ്മാണത്തിലും അവശ്യമരുന്നുകൾ വാങ്ങിയതിലും പദ്ധതികളുടെ നടത്തിപ്പിന്റെയും മറവിലുണ്ടായ അഴിമതിയിൽ CPM നേതാക്കൾക്കും ആരോഗ്യവകുപ്പ് ജീവനക്കാർക്കും പങ്കുണ്ടെന്നും ആരോപിച്ചായിരുന്നു മാർച്ച്. തിപ്പലശ്ശേരിയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിനുള്ള സ്ഥലം വാങ്ങിയതും കരിക്കാട് ആരോഗ്യ ഉപകേന്ദ്രത്തിന്റെ കെട്ടിടം നിർമ്മിച്ചതും കടവല്ലൂർ പഞ്ചായത്തിലെ ജനങ്ങൾ നേരിട്ടാണ്. ലക്ഷങ്ങൾ സർക്കാർ സഹായം ലഭിക്കുന്ന ആരോഗ്യമേഖലയിലെ പ്രാഥമിക ചികിത്സാ കേന്ദ്രത്തിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് ആവശ്യമായ ചികിത്സ നൽകാൻ ഡോക്ടറെയും ഫാർമസിസ്റ്റെയും നിയമിക്കാനും മരുന്നുകൾ നൽകാനും സാധിക്കാത്ത ഭരണസമിതി വൻ പരാജയമാണെന്ന് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുൻപിൽ നടന്ന ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് KPCC സെക്രട്ടറി CC ശ്രീകുമാർ പറഞ്ഞു. നിങ്ങൾ 25 വർഷം മുന്നേ നിങ്ങൾ വ്യക്തിഗത ഗുണഭോക്താക്കൾക്ക് ഏതെങ്കിലും ആനുകൂല്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ആനുകൂല്യം വെച്ചോ ആ വ്യക്തിഗത ഗുണഭോക്താവ് സ്വയം പര്യാപ്തയിലേക്ക് കടന്നുപോയ ഒരു സാഹചര്യം കാണിച്ചു തരാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ ആ ആനുകൂല്യത്തിന്റെ പിൻബലത്തോടെ സ്വയം പര്യാപ്തതയിൽ സ്വയം തൊഴിൽ കണ്ടെത്തി എന്ന് പറയാൻ നിങ്ങൾക്ക് പേരിന് ഒരു CPM-കാരനെ പോലും കാണിക്കാനുണ്ടോ? പണ്ട് കവി പറഞ്ഞതുപോലെ വണ്ടേ നീയും നശിക്കും വിളക്കും കെടുത്തു എന്ന് പറഞ്ഞ പോലെ വണ്ട് വിളക്കിന് ചുറ്റും പറക്കുമ്പോ വണ്ടിന്റെ ധാരണയുണ്ട്, ഞാൻ ഈ വിളക്ക് ഞാൻ കെടുത്തും അതോടുകൂടി രാജാവുമെന്ന്. അതുപോലെയാണ് കടവല്ലൂരിലെ CPM. വണ്ടേ നീയും നശിക്കും വിളക്കും കെടുത്തും, വിളക്കും കെട്ടുപോകും, നീയും നശിക്കും. ഈ നാടും നശിച്ചു. കഴിഞ്ഞ 4 നൂറ്റാണ്ടായി ഈ നാടും നശിച്ചു, CPM നശിച്ചില്ലേ? എന്താ തർക്കം CPM-നകത്ത്?
യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് MM മഹേഷ്, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ ഷാജി P കാസ്മി, നിഷ രേഗത്ത്, CK സുലൈമാൻ, അബ്ദുറഹ്മാൻ പടിഞ്ഞാറക്കര തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. പെരുമ്പിലാവ് ആലുംതൈ സെന്ററിൽ നിന്ന് ആരംഭിച്ച മാർച്ചിന് മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ കാഞ്ഞിരപ്പള്ളി, ബ്ലോക്ക് ഭാരവാഹികളായ ആഷിഖ് ഖാദ്രി, KV സഹദേവൻ, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ നാസർ കല്ലായി, K കമറുദ്ദീൻ, റസാഖ് കരിക്കാട്, MM മനീഷ്, കുഞ്ഞുമുഹമ്മദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രതിപക്ഷം നടത്തുന്ന സമരങ്ങൾ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയും മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റാനുള്ള തന്ത്രത്തിന്റെ ഭാഗവുമാണെന്ന് കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TI രാജേന്ദ്രൻ പറഞ്ഞു. അതിന്റെ ഉദാഹരണമാണ് പഞ്ചായത്തിന് കീഴിൽ വരുന്ന കമ്മ്യൂണിറ്റി ഹാളുകളിലേക്കും ആരോഗ്യ കേന്ദ്രത്തിന് മുന്നിലും നടത്തുന്ന മാർച്ചും ധർണയുമെന്ന്. പഞ്ചായത്ത് കെട്ടിടം പൊളിച്ച് പുതിയത് പണിയുന്ന സമയത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തനം തുടങ്ങിയത്. അതിനാൽ കുറച്ച് കാലം ഹാൾ പൊതുജനങ്ങൾക്ക് ആവശ്യത്തിന് നൽകുവാൻ സാധിച്ചില്ല എന്നത് ശരിയാണ്. വട്ടമാവിൽ നവീകരണ പ്രവർത്തികൾ നടന്നുവരികയാണ്. തിപ്പലശ്ശേരിയിലേത് അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മയായിരുന്നു. അതും പരിഹരിച്ച് അടുത്ത ദിവസങ്ങളിൽ തന്നെ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാനായി തുറന്നു നൽകാൻ സാധിക്കുമെന്നും രാജേന്ദ്രൻ പറഞ്ഞു. എല്ലാം അറിഞ്ഞുകൊണ്ട് നടത്തുന്ന പ്രതിഷേധങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുള്ള കുതന്ത്രമാണെന്നും പ്രസിഡന്റ് കുറ്റപ്പെടുത്തി. വെറും രാഷ്ട്രീയ പ്രേരിതം എന്നല്ലാതെ മറ്റതിനൊന്നും പറയാനില്ല. എന്തെങ്കിലും പറയാൻ വേണ്ടി സമരത്തിന് വേണ്ടി സമരം ഉണ്ടാക്കുക എന്നല്ലാതെ മറ്റൊന്നും ഇതിന് പറയാനില്ല. ഒട്ടമാവ് കമ്മ്യൂണിറ്റികൾ ഇപ്പോൾ 10 ലക്ഷം രൂപ ചെലവഴിച്ച് അതിൻ്റെ നവീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. തിപ്പലശ്ശേരി കമ്മ്യൂണിറ്റികളിൽ അതിൻ്റെ നവീകരണം കഴിഞ്ഞു. ഇനിയിപ്പോൾ പാത്രങ്ങൾ മറ്റ് സംവിധാനങ്ങളായിട്ടുണ്ട്. അത് അടിയന്തരമായിട്ട് തുറന്നു കൊടുക്കാൻ ആവശ്യമായ സംവിധാനങ്ങളുണ്ട്. പഞ്ചായത്ത് കമ്മ്യൂണിറ്റികൾ എന്ന് പറയുന്നത് പഞ്ചായത്തിൻ്റെ പ്രവർത്തനം അതിലെ നടന്നിരുന്നത്. അതിൻ്റെ പ്രവർത്തനം ഇങ്ങോട്ടും പുതിയ ഓഫീസിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. അടിയന്തരമായി അതും കൂടി തുറന്നു കൊടുക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഈ 3 കമ്മ്യൂണിറ്റികളും ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ ആവശ്യമായ എല്ലാ ഇടപെടലുകളും ചെയ്തിട്ടുണ്ട്. അതിലൊന്നും യാതൊരു തർക്കമില്ല. അതൊന്നും ഉപയോഗശൂന്യമായി കിടക്കല്ല. എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. അത് നവീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രം. അതുപോലെ തന്നെ നമ്മുടെ പകൽ വീടിൻ്റെ നവീകരണം അതിൻ്റെ കുറച്ചുകൂടി അതിൻ്റെ പരിപാടികളോടെ ടൈലിടലും പരിപാടികൾ നടക്കുന്നുണ്ട്. അതുകൂടി അതിൻ്റെ ഉദ്ഘാടനം നടക്കണം. കൊടമുക്ക് അംഗനവാടി അടുത്ത ദിവസം അതിൻ്റെ ഇന്നാണ് തീരുമാനിച്ചിരുന്നതെങ്കിലും അതിൻ്റെ പണികൾ പൂർത്തീകരിക്കാത്ത കാരണം കൊണ്ട് അടുത്ത ദിവസം തന്നെ അതിൻ്റെ ഉദ്ഘാടനം നടത്താൻ തീരുമാനിച്ചു. കേന്ദ്ര സർക്കാർ വിവിധ രാജ്യങ്ങളുമായി നടത്തുന്ന വികലമായ വ്യാപാര കരാറിൽ പ്രതിഷേധിച്ച് ബഹുരാഷ്ട്ര കമ്പനികൾ ഇന്ത്യ വിടുക, കോർപ്പറേറ്റ് കമ്പനികൾ കൃഷി ഉപേക്ഷിക്കുക തുടങ്ങിയ മുദ്രാവാക്യമുയർത്തി സംയുക്ത കർഷക തൊഴിലാളി CITUവിന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. വിശദാംശങ്ങളിലേക്ക്. കുന്നംകുളത്ത് സംയുക്ത കിസാൻ മോർച്ച, കർഷക തൊഴിലാളി യൂണിയൻ, ട്രേഡ് യൂണിയൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ അവകാശ ദിനം സംഘടിപ്പിച്ചു. ബഹിരാഷ്ട്ര കമ്പനികൾ ഇന്ത്യ വിടുക, ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% കയറ്റുമതി തീരുവ ചുമത്തിയ ട്രംപിന്റെ ഏകപക്ഷീയ നടപടിക്കെതിരെ മോദി സർക്കാർ പ്രതികരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അവകാശ ദിനം സംഘടിപ്പിച്ചത്. TK കൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി പഴയ ബസ് സ്റ്റാൻഡിന് എതിർവശത്തെ ടാക്സി പാർക്കിൽ സമാപിച്ചു. തുടർന്ന് ട്രംപിന്റെയും മോദിയുടെയും കോലങ്ങൾ കത്തിച്ച് പ്രതിഷേധിച്ചു. കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് M ബാലാജി പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. AITUC നേതാവ് പ്രേംരാജ് ചുണ്ടലത്ത് അധ്യക്ഷത വഹിച്ചു. CPIM ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MN മുരളീധരൻ, PG ജയപ്രകാശ്, MP പ്രവീൺ എന്നിവർ സംസാരിച്ചു. സംയുക്ത ട്രേഡ് യൂണിയൻ കർഷക കോൺഗ്രസ് കുന്നംകുളം നിയോജക മണ്ഡല കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി ഷാഹുൽ ഹമീദ് ധർണ ഉദ്ഘാടനം ചെയ്തു. INTCU നിയോജക മണ്ഡലം പ്രസിഡന്റ് KS രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. INTCU ജില്ലാ സെക്രട്ടറി KV ഗീവർ, കേരള കോൺഗ്രസ് ജോസഫ്, KTUC സംസ്ഥാന സെക്രട്ടറി പ്രസാദ്, നേതാക്കളായ അനിൽ മാസ്റ്റർ, ഷാജി ആലിക്കൽ, ബിജു C ബേബി, CV ബേബി തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് ട്രംപിന്റെയും മോദിയുടെയും കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. ഇമ്പിച്ചുഭാവ മന്ദിരത്തിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമീപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം KSKTU ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KH അക്ബർ ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം ഏരിയ സെക്രട്ടറി മാലിക്കുളം അബ്ബാസ് അധ്യക്ഷത വഹിച്ചു. AS മനോജ്, V അനൂപ്, V വിദ്യാധരൻ, KV രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ട്രംപിന്റെയും മോദിയുടെയും കോലം കത്തിച്ചു. UDTF ഗുരുവായൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം മുനിസിപ്പൽ സ്ക്വയറിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ STU മത്സ്യ ഫെഡറേഷൻ ദേശീയ സെക്രട്ടറി PA ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. NITUC ഗുരുവായൂർ റീജിയണൽ പ്രസിഡന്റ് VK വിമൽ അധ്യക്ഷത വഹിച്ചു. NITUC ജില്ലാ സെക്രട്ടറി MS ശിവദാസ് മുഖ്യപ്രഭാഷണം നടത്തി. കർഷക കോൺഗ്രസ് ഗുരുവായൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് സ്റ്റീഫൻ ജോസ്, STU സംസ്ഥാന കമ്മിറ്റി അംഗം PP മൻസൂർ അലി,
AK മൈദുട്ടി, CV തുളസിദാസ്, ധർമ്മൻ പുന്നയൂർ, CR മനോജ്, ഗോപി മനയത്ത്, KK ഹിറോഷ്, സെയ്ദ് മുഹമ്മദ് പോക്കില്ലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA തെരഞ്ഞെടുപ്പിൽ LDF നേതൃത്വം നൽകുന്ന സ്കൂൾ വികസന മുന്നണി വിജയിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM നിഷാദിന്റെ നേതൃത്വത്തിലുള്ള പാനലിനെയാണ് പരാജയപ്പെടുത്തിയത്. PTA പ്രസിഡന്റ് ആയി ഷീബ രാജേഷ്, വൈസ് പ്രസിഡന്റ് PB ബിബിൻ, MPTA പ്രസിഡന്റ് ഗിരിജ ശിവരാമൻ, വൈസ് പ്രസിഡന്റ് ശ്രീജ രാജേഷ് എന്നിവരെ തെരഞ്ഞെടുത്തു. തുടർച്ചയായി രണ്ടാം തവണയാണ് LDF പാനൽ തെരഞ്ഞെടുപ്പിലൂടെ വിജയിക്കുന്നത്. ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിൽ അജ്ഞാത പുരുഷനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ബ്ലാങ്ങാട് ബീച്ചിലെ തെക്ക് ഭാഗത്ത് ആളൊഴിഞ്ഞ പറമ്പിലെ മരത്തിലാണ് തൂങ്ങി മരിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. കാവ്യമുണ്ടും ഷർട്ടുമാണ് വേഷം. ചാവക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. തലശ്ശേരി കവുക്കോട് MMLP സ്കൂളിന്റെ 100ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സ്കൂൾ ലൈബ്രറിയിലേക്ക് 1000 പുസ്തകങ്ങൾ ശേഖരിക്കുന്ന പദ്ധതിക്ക് തുടക്കമായി. സംസ്കൃത പണ്ഡിതനും ഗവൺമെന്റ് ISE സംസ്കൃത വിഭാഗം മുൻ മേധാവിയുമായ ഡോക്ടർ EN ഉണ്ണികൃഷ്ണൻ ഫിറോസ് അബ്ദുൽ ലത്തീഫ് നൽകിയ 50 പുസ്തകങ്ങൾ ഏറ്റുവാങ്ങിയാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. സ്കൂൾ ലൈബ്രറി നമ്മുടെ പദ്ധതി എന്നതിന്റെ ഭാഗമായി 8 മാസത്തിനുള്ളിൽ 1000 പുസ്തകങ്ങൾ ശേഖരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. സ്കൂൾ MPTA വൈസ് പ്രസിഡന്റ് അനാർ സുഷിതയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പ്രധാനാധ്യാപകൻ ബാബു നാസർ, അധ്യാപകരായ K നീനു പോൾ, M ഷമീറ, KT അബ്ദുൾ അസീസ്, K ഇജാസ് എന്നിവർ പങ്കെടുത്തു. മാറുന്നത് എന്നതിന് ഉദാഹരണം പറഞ്ഞതാണ് ഞാൻ. അപ്പോ ഇവിടെ ഈ ഒരു പ്രവർത്തനം തുടങ്ങി വെച്ചിട്ടുള്ള നിങ്ങൾ അധ്യാപകര്, അതിന് പിന്തുണ കൊടുക്കുന്നതായിരിക്കുന്ന രക്ഷിതാക്കള്, നിങ്ങള് ഇവിടെ ഏതെങ്കിലും പല നാടുകളില് പലതരത്തിലുള്ള ലൈബ്രറികളില് അല്ലെങ്കിൽ പുതിയ അറിവ് നേടുന്നതിനുള്ള സംവിധാനങ്ങൾ തുടങ്ങുന്നതിനുള്ള വിത്താണ് പാകുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്നാണ് മുതിർന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്. മറ്റം സെന്റ് തോമസ് ഫൊറോന ഇടവകയിൽ ഭക്തസംഘടനയായ CLCയുടെ ശതാബ്ദി ഉദ്ഘാടനവും 99ാം വാർഷികവും ആഗസ്റ്റ് 15-17 തീയതികളിൽ നടക്കും. 1926 മറ്റം ഇടവകയിൽ CLC സംഘടന സ്ഥാപിച്ച അന്നത്തെ വികാരിയായിരുന്ന ധന്യൻ അഗസ്റ്റിൻ ജോൺ ഊക്കനച്ചന്റെ ഛായാചിത്രം വെള്ളിയാഴ്ച രാവിലെ 7:30 ചൊവ്വന്നൂർ സെന്റ് തോമസ് പള്ളിയിലെ ഊക്കനച്ചന്റെ കബറിടത്തിൽ നിന്നും മറ്റം ഫൊറോന ദേവാലയത്തിലേക്ക് കൊണ്ടുവരും. ചൊവ്വന്നൂർ ഇടവക വികാരി ഫാദർ തോമസ് ചൂണ്ടൽ ഉദ്ഘാടനം ചെയ്യുന്ന റാലി വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ എത്തിച്ചേരുക. വികാരി ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആളൂരിന്റെ നേതൃത്വത്തിൽ ഛായാചിത്രം സ്വീകരിക്കും. ഓഗസ്റ്റ് 17 ഞായറാഴ്ച 6 മണിക്ക് തീർത്ഥകേന്ദ്ര ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന വാർഷികാഘോഷം മെൽബൺ രൂപത ബിഷപ്പ് ബോസ്കോ പുത്തൂർ ഉദ്ഘാടനം ചെയ്യും. മറ്റം ഫൊറോന വികാരി ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആളൂർ അധ്യക്ഷനാകും. അതിരൂപത CLC അസിസ്റ്റന്റ് പ്രൊമോട്ടർ ഫാദർ സന്തോഷ് അന്തിക്കാട് അനുഗ്രഹ പ്രഭാഷണം നടത്തും. അതിരൂപത CLC പ്രസിഡന്റ് ജെറിൻ ജോസ് മുഖ്യാതിഥിയാകും. അവാർഡ് ദാനവും കുരുന്നുകളുടെ പുഞ്ചിരി മത്സരവും ബേബി കിങ് ആൻഡ് ക്വീൻ, നസ്രാണി അച്ചായൻ അച്ചായത്തി തുടങ്ങിയ മത്സരങ്ങളും നടക്കും. വിവിധ കലാപരിപാടികൾക്ക് ശേഷം സ്നേഹവിരുന്നോടെ ചടങ്ങിന് സമാപനമാകും. LIC ഏജന്റ്സ് ഫെഡറേഷന്റെ 39ാം ജന്മദിനാഘോഷം സംഘടിപ്പിച്ചു. കുന്നംകുളം LIC ഓഫീസിന് മുൻപിൽ നടന്ന ചടങ്ങിൽ മുതിർന്ന നേതാക്കളായ PV ജെയിംസ്, സുരേന്ദ്രൻ എന്നിവർ ചേർന്ന് പതാക ഉയർത്തി. സംഘടനയുടെ കുന്നംകുളം ബ്രാഞ്ച് പ്രസിഡന്റ് KA റാഫേൽ അധ്യക്ഷനായി. ഫെഡറേഷൻ നേതാക്കളായ V വിശ്വനാഥൻ, NA നൌഷാദ്, PA റാഫേൽ, TI ജോൺസൺ, ഗിരീഷ് കുമാർ, KC ഗിരിജ എന്നിവർ സംസാരിച്ചു. തുടർന്ന് മധുര വിതരണവും നടന്നു. തൃശൂർ രാമവർമ്മ ജില്ലാ ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വത്തിൽ ദൃഷ്ടി പദ്ധതിയുടെ ഭാഗമായി കടങ്ങോട് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. 40 വയസ്സിന് മുകളിലുള്ളവർക്കായിട്ടാണ് ക്യാമ്പ് നടത്തിയത്. കടങ്ങോട് പഞ്ചായത്ത് അംഗം അബ്ദുൾ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ ഷെയ്ജ, ഡോക്ടർ അപർണ പാലിയത്ത് എന്നിവർ നേതൃത്വം നൽകി. ദൃഷ്ടി പദ്ധതി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജിഷ ക്യാമ്പിന്റെ പ്രാധാന്യം വിശദീകരിച്ചു. 60ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. കുനുമുച്ചി സത്സംഗ് ഗുരുശ്രേഷ്ഠ പുരസ്കാരം 2025 വെങ്കിടങ്ങ് സ്വദേശി KR ജോർജ് മാസ്റ്റർക്ക് സമ്മാനിക്കും. ഓഗസ്റ്റ് 18 ജോർജ് മാസ്റ്ററുടെ വസതിയിൽ നടക്കുന്ന ചടങ്ങിൽ പാവർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ ഉപഹാരം സമർപ്പിക്കും. സത്സംഗ് ചെയർമാൻ PJ സ്റ്റൈജു അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ പാവർട്ടി പ്രസ് ഫോറം സെക്രട്ടറി ബിജോയ് പെരുമാട്ടിൽ, ഗുരുവായൂർ ചുമർചിത്രം പഠനകേന്ദ്ര പ്രിൻസിപ്പൽ നളിൻ ബാബു, സാംസ്കാരിക പ്രവർത്തകൻ സുബ്രഹ്മണ്യൻ ഇരിപ്പശ്ശേരി എന്നിവർ പങ്കെടുക്കുമെന്ന് ജനറൽ കൺവീനർ ജോമി ജോൺസൺ അറിയിച്ചു. വേലൂർ പഞ്ചായത്തിന്റെ കുടുംബശ്രീ വിപണന കേന്ദ്രത്തിൽ അമിതമായി ഫോട്ടോസ്റ്റാറ്റിന് ഫീസ് ഈടാക്കുന്നുവെന്ന് ആരോപിച്ച് UDF മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ സമരം നടത്തി. ഒരു ഫോട്ടോസ്റ്റാറ്റിന് 5 രൂപയാണ് അമിതമായി വാങ്ങുന്നത്. പഞ്ചായത്തിന് പുറത്തുള്ള മറ്റു കടകളിൽ 1 രൂപ മുതൽ 2 രൂപയാണ് ഒരു ഫോട്ടോസ്റ്റാറ്റിന് നിരക്ക്.
ഇത് ചോദ്യം ചെയ്ത പ്രതിപക്ഷ നേതാവ് സ്വപ്ന രാമചന്ദ്രനും പഞ്ചായത്ത് മെമ്പർ CD സൈമൺ എന്നിവരോട് അപമര്യാദയായി ഇവിടുത്തെ ജീവനക്കാർ പെരുമാറിയെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഇതിനെതിരെ പരാതി നൽകിയിട്ടുണ്ട്. വിലവിവര പട്ടിക പ്രദർശിപ്പിക്കാതെ നടത്തുന്ന ഈ പെരും കൊള്ളയ്ക്കെതിരെ UDF മണ്ഡലം കമ്മിറ്റി ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് ചെയർമാൻ ഫ്രെഡി ജോൺ അറിയിച്ചു. നാട്ടുകാരെ, വേലൂർ ഗ്രാമപഞ്ചായത്തിന്റെ കോമ്പൗണ്ടാണിത്. ഈ കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ കേന്ദ്രം നടത്തുന്ന ഫോട്ടോസ്റ്റാറ്റ് സ്ഥാപനമാണിത്. പുറത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, 1 രൂപ മുതൽ 2 രൂപയ്ക്ക് ഫോട്ടോസ്റ്റാറ്റ് കിട്ടുന്ന സ്ഥലത്ത് ഇവിടെ 5 രൂപയാണ് ഒരു ഫോട്ടോസ്റ്റാറ്റിന് ഈടാക്കുന്നത്. ഇതിനെതിരെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രതിഷേധിക്കുന്നത്. അല്ലെങ്കിൽ ഈ അമിതമായി ഈടാക്കുന്ന ചാർജ് വാങ്ങിച്ചവർക്ക് തിരിച്ചു കൊടുക്കുകയും ഇതിന്റെ വിലവിവര പട്ടിക ഇവിടെ പ്രദർശിപ്പിക്കുകയും ചെയ്യണം. സാധാരണ പുറത്ത് നികുതിയും അടച്ചിരിക്കുന്നവൻ 2 രൂപയ്ക്ക് ചെയ്യാമെങ്കിൽ ഇവരെന്തിനാണ് 5 രൂപയ്ക്ക് ചെയ്യുന്നത്? ഇതിനെതിരെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിഷേധം. പ്രതിഷേധ സമരത്തിൽ പ്രതിപക്ഷ നേതാവ് സ്വപ്ന രാമചന്ദ്രൻ, പഞ്ചായത്ത് മെമ്പർമാരായ സൈമൺ CD, കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ PP രാമചന്ദ്രൻ, സുഭാഷ് തിരുത്തിയിൽ, കേരള കോൺഗ്രസ് യൂത്ത് ഫ്രണ്ട് നിയോജക മണ്ഡലം പ്രസിഡന്റ് CD ബാബു, വേലൂർ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ലക്ഷ്മി ചിങ്ങപ്പുരത്ത്, ചന്ദ്രശേഖരൻ, ദളിത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സുരേഷ് പാലയിൽ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സബിത ജയൻ എന്നിവർ നേതൃത്വം നൽകി. ലോകസമാധാനം, സാഹോദര്യം, സാമൂഹിക ഐക്യം എന്നീ സന്ദേശങ്ങൾ ഉയർത്തി വേലൂർ തങ്ങാലൂർ ദേവമാത CMI ഇന്റർനാഷണൽ സ്കൂളിന്റെ നേതൃത്വത്തിൽ സമാധാന യാത്ര സംഘടിപ്പിച്ചു. അമല ആശുപത്രി പരിസരത്ത് നിന്നും ആരംഭിച്ച പദയാത്ര ദേവമാത പ്രൊവിൻഷ്യൽ ഫാദർ ജോസ് നന്ദിക്കര ഉദ്ഘാടനം ചെയ്തു. മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റനും കേരള പോലീസ് അക്കാദമി കമാൻഡറുമായിരുന്ന CV പാപ്പച്ചൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. 7 കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിച്ച് സ്കൂളിൽ സമാപിച്ചു. സമാപന വേദിയായ ദേവമാത സ്കൂൾ പരിസരത്ത് വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി സമാധാനത്തിന്റെ പ്രതീകമായ അശോകമരം നട്ടു. സമാധാന സന്ദേശം പകരുന്ന പ്ലക്കാർഡുകളും നിശ്ചല ദൃശ്യങ്ങളും തെരുവ് നാടകവും മ്യൂറൽ ചിത്രകലയും യാത്രയ്ക്ക് മിഴിവേകി. ദേവമാത വികാർ പ്രൊവിൻഷ്യൽ ഫാദർ ഡേവി കാവുങ്കൽ, എഡ്യൂക്കേഷൻ കൗൺസിലർ ഫാദർ സന്തോഷ് മുണ്ടമ്മാണി, അമല ജോയിന്റ് ഡയറക്ടർമാരായ ഫാദർ ആന്റണി മണ്ണുമൽ, ഫാദർ ജെയ്സൺ മുണ്ടൻമാണി, ഫാദർ ഷിബു പുത്തൻപുരയ്ക്കൽ, പ്രൊവിൻസ് കൗൺസിലർ ഫാദർ ജോർജ് തോട്ടാൻ, അമല പ്രിൻസിപ്പൽ ഡോക്ടർ ബെറ്റ്സി തോമസ്, മെഡിക്കൽ കോളേജ് പോലീസ് സബ് ഇൻസ്പെക്ടർ ഷാജി എന്നിവർ പങ്കെടുത്തു. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ BJP നടത്തിയ അതിക്രമത്തിനെതിരെ കുന്നംകുളം വെസ്റ്റ് സൗത്ത് ലോക്കൽ കമ്മിറ്റി നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജിന്നി അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, ഏരിയ കമ്മിറ്റി അംഗം PG ജയപ്രകാശ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി CK ലിജീഷ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PB ഭവീഷ് എന്നിവർ സംസാരിച്ചു. 60 വയസ്സ് കഴിഞ്ഞ എല്ലാ ഇന്ത്യക്കാർക്കും ഉപാധികളില്ലാതെ 10,000 രൂപയെങ്കിലും പെൻഷൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ 29-ന് പാർലമെന്റ് മാർച്ച് നടത്തും. മാർച്ചിന്റെ ഭാഗമായ പോസ്റ്റർ പ്രകാശനം ആഗസ്റ്റ് 15-ന് ഗുരുവായൂർ തമ്പുരാൻപടിയിൽ സംസ്ഥാന രക്ഷാധികാരി മാത്യു കാവുങ്കൽ നിർവഹിക്കും. അഡ്വക്കേറ്റ് ജോമസ് കുട്ടി മാത്യു അധ്യക്ഷനാകും. മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 92-93 SSLC ബാച്ച് വാഗമരത്തണൽ സ്കൂളിന്റെ ജൂനിയർ ഫുട്ബോൾ ടീമിനുള്ള ജേഴ്സികൾ സമ്മാനിച്ചു. സ്കൂൾ അസംബ്ലിയിൽ നടന്ന ചടങ്ങിൽ ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KK മണി ടീം ക്യാപ്റ്റൻ സിനാഗിന് ജേഴ്സികൾ കൈമാറി. സ്കൂൾ HM ഇൻചാർജ് ടോജൻ, വാഗമരത്തണൽ പ്രസിഡന്റ് OA ബഷീർ, സെക്രട്ടറി സുബൈർ സുറുമ, സ്കൂൾ SMC ചെയർമാൻ ശങ്കരനാരായണൻ എന്നിവർ സംസാരിച്ചു. പഴഞ്ഞിമാർ ബസേലിയോസ് LP സ്കൂളിൽ കേരള പ്രകൃതി സംരക്ഷണ സംഘത്തിന്റെ ഭൂമികയ്ക്ക് ഒരു തൈ എന്ന പ്രോഗ്രാം സംഘടിപ്പിച്ചു. കുന്നംകുളം എക്സൈസ് റേഞ്ച് ഓഫീസർ K മണികണ്ഠൻ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ പ്രധാന അധ്യാപകൻ G ബ്ലസ് ജോർജ് അധ്യക്ഷനായി. പ്രകൃതി സംരക്ഷണ സംഘം കേരളം സംസ്ഥാന കോർഡിനേറ്റർ N ഷാജി തോമസ് ഫലവർഷ തൈകൾ സ്കൂളിന് കൈമാറി. കുന്നംകുളം എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ സുനിൽകുമാർ, പ്രിവന്റീവ് ഓഫീസർ റാഫി, സിവിൽ എക്സൈസ് ഓഫീസർ സതീഷ്, അധ്യാപകരായ ഫെമി വർഗീസ്, സിന്ന സണ്ണി, സരുൺ K സൈമൺ, സിസി KT തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾക്കായി പ്രകൃതിയെക്കുറിച്ചുള്ള ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. വിജയികളായ വിദ്യാർത്ഥികൾക്ക് സമ്മാനമായി ഫലവൃക്ഷ തൈകൾ നൽകി. ഫണ്ടത്തോട് മിനി സ്റ്റേഡിയം നിർമ്മിക്കണമെന്ന് പ്രോഗ്രസ് ഓഫ് ഫണ്ടത്തോട് ആവശ്യപ്പെട്ടു. കായികമന്ത്രി, MP, MLA, ത്രിതല തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികൾ എന്നിവർ ഇടപെടണമെന്ന് ജനറൽ ബോഡി യോഗം അഭ്യർത്ഥിച്ചു. പ്രോഗ്രസ് GCC പ്രസിഡന്റ് ഉസ്മാൻ ആനോടയിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. KH ഹനീഫ, KM ഷാഹു, MM ജബ്ബാർ, MM ഷഫീഖ്, KCM മുജീബ് റഹ്മാൻ, MM ഫായിസ്, PM ബാദുഷ, AM സലീം, ഊട്ടുവളപ്പിൽ സുധീഷ് തുടങ്ങിയവർ സംസാരിച്ചു.
കേച്ചേരി ഫുട്ബോൾ അസോസിയേഷൻ കഴിഞ്ഞ 10 വർഷമായി സൗജന്യമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പിന്റെ 10ാം വാർഷികത്തിന്റെ ഭാഗമായി ചൂണ്ടൽ പഞ്ചായത്തിലെ കളിക്കാരെ സംഘടിപ്പിച്ച് പഞ്ചായത്ത് ഫുട്ബോൾ ലീഗ് മത്സരവും പഴയകാല ഫുട്ബോൾ താരങ്ങളെയും ക്യാമ്പ് അംഗങ്ങളായ കുട്ടികളിൽ നിന്ന് നാഷണൽ തലം മുതൽ സ്കൂൾ തലം വരെയുള്ള മത്സരങ്ങളിൽ പങ്കെടുത്തവരെയും ആദരിക്കലും സംഘടിപ്പിക്കുന്നു. പട്ടിക്കര അരീന ടർഫിൽ സെപ്റ്റംബർ 7 ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക് വാർഷികാഘോഷവും ലീഗ് മത്സരങ്ങളും നടക്കുന്നത്. ചൂണ്ടൽ പഞ്ചായത്തിലെ 8 ദേശങ്ങളിൽ നിന്നും 8 ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കും. ടീമുകളിലേക്കുള്ള രജിസ്റ്റർ ചെയ്ത കളിക്കാരെ ലേലം വിളിച്ചാണ് തിരഞ്ഞെടുക്കുക. ഫുട്ബോൾ ലീഗിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന കളിക്കാർ 97 44 74 74 15 എന്ന നമ്പറിൽ ബന്ധപ്പെടണം. നമ്പർ ആവർത്തിക്കാം: 97 44 74 74 15. ചെറുവത്താനി ആധ്യാത്മിക സമിതിയുടെ രാമായണ പരിക്രമണ യാത്ര ശനിയാഴ്ച ശ്രീരാമ പട്ടാഭിഷേക ഘോഷയാത്രയോടെ സമാപിക്കും. രാമായണ സന്ദേശം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി കർക്കിടകം 1 ആരംഭിച്ച യാത്ര 30 ദിവസം 30 ഭവനങ്ങൾ സന്ദർശിച്ച് രാമായണ പാരായണം നടത്തി. ശനിയാഴ്ച വൈകിട്ട് 5:30 അഞ്ഞൂർ പാർക്കാടി ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന ശ്രീരാമ പട്ടാഭിഷേക ഘോഷയാത്ര ഗ്രാമപ്രദർശനത്തിന് ശേഷം ചെറുവത്താനി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ സമാപിക്കും. ബഹിരാകാശത്തിന്റെ വിസ്മയമറിഞ്ഞ് അൻസാർ സ്കൂൾ നടത്തിയ ദേശീയ ബഹിരാകാശ ദിനാഘോഷം വേറിട്ടതായി. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രമായ ISROയുടെ കീഴിൽ സംഘടിപ്പിച്ച ആഘോഷങ്ങളിൽ 8ാം ക്ലാസ്സുകാരൻ MK ഷഹരിയാർ പ്രതീകാത്മക റോക്കറ്റ് വിക്ഷേപണം നടത്തി. പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. ഇതോടനുബന്ധിച്ച് ചിത്രരചനാ മത്സരവും നടത്തി. തുടർന്ന് നടന്ന ഉപന്യാസ രചനാ മത്സരത്തിൽ വിദ്യാർത്ഥികൾ ബഹിരാകാശ ശാസ്ത്രത്തെക്കുറിച്ച് ആഴത്തിലുള്ള കാഴ്ചപ്പാടുകൾ പങ്കുവച്ചു. ബഹിരാകാശ യാത്രയെക്കുറിച്ചുള്ള മോഡലുകൾ നിർമ്മിച്ച് റോക്കറ്റ് മോഡൽ നിർമ്മാണ മത്സരവും സംഘടിപ്പിച്ചിരുന്നു. റാലിയിൽ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പ്രാധാന്യം വിളിച്ചോതി 100ഓളം വിദ്യാർത്ഥികൾ അണിനിരന്നു. ഫ്ലാഗ് ഓഫ് പ്രിൻസിപ്പൽ EM ഫിറോസ് നിർവഹിച്ചു. വടക്കേക്കാട് കൗക്കാനപ്പെട്ടി ALP സ്കൂളിൽ കുട്ടികൾക്കായുള്ള പ്രഭാത ഭക്ഷണ പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ നിർവഹിച്ചു. PTA പ്രസിഡന്റ് T അനിത അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിജു പള്ളിക്കര മുഖ്യാതിഥിയായി. പ്രധാനാധ്യാപകൻ CR ജിജോ, OSA പ്രസിഡന്റ് PV ബാലചന്ദ്രൻ മാസ്റ്റർ, MPTA പ്രസിഡന്റ് P ഷഹന, അധ്യാപക പ്രതിനിധി ബിജോയ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9260 രൂപ. സ്വർണം പവന് 74,080 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 124 രൂപ. ചർമ്മം ചൊവ്വല്ലൂർ പുലിക്കോട്ടിൽ ലോനപ്പൻ ഭാര്യ ത്രേസ്യാമ നിര്യാതയായി. 91 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10:30 ബ്രഹ്മകുളം സെന്റ് തോമസ് ദേവാലയ സെമിത്തേരിയിൽ നടക്കും. പരേതയായ നിർമ്മല, സെലസ്റ്റീന, ജെസ്സി, ലൂസി, സണ്ണി, ജോജി, ജോസ് എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. 79ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കായി ഒരുങ്ങി രാജ്യം. വർഷങ്ങൾ നീണ്ട ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിൽ നിന്നും ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന്റെ ഓർമ്മ പുതുക്കി രാജ്യമെങ്ങും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കും. രാജ്യ, സംസ്ഥാന തലസ്ഥാനങ്ങളിലും ജില്ലാ കേന്ദ്രങ്ങളിലും വിപുലമായ പരിപാടികൾ നടക്കും. തദ്ദേശ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വിവിധ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലും ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കും. കുന്നംകുളത്ത് പന്തല്ലൂർ ചൊവ്വന്നൂർ മേഖലകളിൽ മിന്നൽ ചുഴലി. വ്യാപക നാശനഷ്ടം. 15ഓളം ഇലക്ട്രിക് പോസ്റ്റുകൾ മറഞ്ഞു വീണു. ട്രാൻസ്ഫോമറും നിലം പൊത്തി. കൂറ്റനാട് കോതച്ചിറ പ്രദേശത്തുണ്ടായ അതിശക്തമായ മിന്നൽ ചുഴലിക്കാറ്റിലും വ്യാപക നാശനഷ്ടങ്ങൾ. കുനുമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവക ദേവാലയത്തിൽ 101ാം സ്ഥാപന തിരുനാളിനും മാതാവിന്റെ സ്വർഗാരോപണ തിരുനാളിനും തുടക്കം. വ്യാഴം വെള്ളി ദിവസങ്ങളിലായിട്ടാണ് തിരുനാൾ ആഘോഷം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.